അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത ആൾക്കാരെല്ലാവരും ഉടമ്പടി ധ്യാനം മസ്റ്റായിട്ട് കൂടണം. കാര്യം ഉടമ്പടിയെക്കുറിച്ച് അറിയണതും ദൈവം സംസാരിക്കണതെല്ലാം ഈ ആരാധന സമയത്ത്. ഈ ആരാധന പുള്ളിക്കാരൻ കോഴി കൊടുക്കുന്ന സമയത്ത് എൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു സാക്ഷ്യം ഞാൻ വിചാരണ ചെയ്യണത് അദ്ദേഹം കേട്ട് അദ്ദേഹത്തിന് അതൊരു മറ്റൊരു രൂപത്തിൽ ദൈവത്തിൻ്റെ വെളിപാടായി മാറി. എന്താണ്? ഒരു മകളോടത്തോട് എന്തൊരു ബന്ധമുണ്ടായിട്ടാണ് ഇങ്ങനെ ബാർഗൻ ചെയ്യുക. അമ്മ തന്നെ പോകണം, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യണം, അതെനിക്ക് പറയണം, എനിക്കിവിടെ വെച്ച് അറിയണമെന്ന് പറയും. അപ്പം അറിയണമെന്ന് പറയാൻ വേണ്ടി മാത്രം ഇവർ തമ്മിൽ ആത്മബന്ധമുണ്ട്. ദൈവത്തോടൊരു ബന്ധമെന്ന് പറയണത് നമ്മൾ എന്തിനാണ് രോഗികളെ പോയി കാണുന്നത്? നമ്മൾ എന്തിനാണ് പാവപ്പെട്ടവർക്ക് നമ്മുടെ നല്ല വസ്ത്രങ്ങൾ നമ്മൾ പങ്കുവെക്കണത്? എന്തുകൊണ്ടാണ് സഹായിക്കാൻ പറ്റുന്ന മേഖലയെല്ലാം സഹായിക്കുന്നത്? ഓൺലി വൺ ബേസിസ്. എന്താണ്? ഈ 14:23 യോഹന്നാന്റെ സുവിശേഷം. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികടെ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ വരുമ്പോഴേ, ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ സത്യസന്ധത പുലർത്തി ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു ഒക്കെ വരുമ്പോഴേ ദൈവത്തിൻ്റെ രീതി എന്താ? ദൈവം വിശ്വസ്തനല്ലേ? നമ്മൾ 7-9 വായിച്ചില്ലേ നിയമാവർത്തനം? എത്ര കാലം കഴിഞ്ഞാലും ദൈവം വചനം പാലിക്കുന്നവരോട് ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഈ ബേബി കുര്യൻ്റെ വിഷയമല്ലേ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോഴേ ബേബി കുര്യൻ്റെ പ്രോബ്ലം എന്താണ്? 1 കോടി 10 ലക്ഷം രൂപ കടമാണ്. കടക്കാരെ കുരളിക്ക് പിടിച്ചിരിക്കുക. കുരളിയെന്ന് തന്നെയല്ലേ നിങ്ങളൊക്കെ പറയണത്? ആലപ്പുഴ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വല്ലതും അവനോട് വിചാരിക്കുക. അതായത് കഴുത്തിന് പിടിച്ചിരിക്കുക, അനങ്ങാൻ പാടില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. കടവാണേ, കളിയല്ലേ. കച്ചവടമാണെങ്കിൽ ഉപ്പ് കുത്തിയിരിക്കുകയാണ്, 0 വരുമാനമാണ്. ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയേ. പക്ഷേ വേഗക്കുര്യൻ കൃത്യമാണ്. രണ്ടാമത് താൻ തന്നെ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. വൈഫിൻ്റെ ഉടമ്പടിയിൽ തനിക്ക് പങ്കെടുക്കാൻ വേണ്ട വിധം പങ്കെടുക്കാൻ പറ്റാത്ത കാരണം പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തപ്പോൾ എന്നാ പറ്റി? സാന്നിധ്യം വരാൻ പറ്റി. സാന്നിധ്യം മുല്ലപ്പ് മാത്രമല്ലേ. എനിത്തിങ് ക്യാൻ ബി എ മീഡിയം ഓഫ് ദി പ്രസൻസ് ഫോർ ദോസ് ഹു ടേക്ക് കവനന്റ് പ്രയർ. നിങ്ങൾക്ക് ദൈവം ഏതെങ്കിലും വിധത്തിലൊക്കെ, ഇപ്പം നമുക്കറിയാമല്ലോ മർക്കോസിൻ്റെ സുവിശേഷം 16:12 വായിച്ചോളൂ. ശ്രുതികടെ 16:12 മർക്കോസ് സുവിശേഷം. ശ്രുതികടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 16:12. ഇതിനുശേഷം അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ സിൽവർ ഗ്രേയിൽ നിന്ന് അത് വിമല ഹൃദയമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സഭയ്ക്ക് അത് വെക്കാനേ നമുക്ക് ഔദ്യോഗികമായിട്ട് അനുവാദമുള്ളൂ. പക്ഷേ അമ്മ ഇങ്ങനെയല്ല പ്രത്യക്ഷപ്പെട്ടെന്ന് അറിയാം. അമ്മ എന്താണ് സമയഘടികാരം എന്ന് വെച്ചാൽ അത് 10:08 സൂചി കാണിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് അവിടെ ഒരു മോഡൽ വെച്ചിരിക്കുന്നത്. അവിടെ പോയി ഒന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. അത് പ്രാർത്ഥിക്കുന്നത് സഭയുടെ അനുവാദം വേണം. സഭ അനുവദിച്ച് കഴിയുമ്പോൾ ആൾത്തറയിലേക്ക് അത് മാറ്റും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അനുവദനീയമായ വണക്കമായിട്ട് വെച്ചിരിക്കുന്ന തിരുസ്വരൂപം വിമല ഹൃദയമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല. സഭയുടെ ഔദ്യോഗിക അംഗീകാരവും മെത്രാനാച്ചം വ്യഞ്ചരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം എന്താ നമ്മൾ വായിച്ചു കേട്ടത്? എന്താ 6:12 മർക്കോസിൻ്റെ സുവിശേഷം അല്ലേ? എന്താണ് ഈ 16:12 മർക്കോസിൻ്റെ സുവിശേഷം എന്താ പറയണത്? അവർ ഇതിന് ശേഷം അവർ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റി? ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ അറിയാമല്ലോ. അവർ ലൂക്കാൻ്റെ സുവിശേഷം പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഇവർ മ്ലാനവദനരായിട്ടാണ് പോണത്. കാര്യം ദുഃഖവെള്ളിയാഴ്ചയും കഴിഞ്ഞ് വലിയ ശനിയാഴ്ച വൈകുന്നേരമായിട്ട് കക്ഷിയുടെ പോണത്. അപ്പോൾ അതിൻ്റെ അവരുടെ മാനസികാവസ്ഥ അറിയാമല്ലോ. ക്ലയോഫസും പാർട്ടിയാണ് ഈ പോണത്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? പ്രത്യക്ഷപ്പെടേണ്ട വേറൊരു മോഡ് ഓഫ് അപ്പാരിഷനാണ് പറയണത്. 16:12 ഇതിന് ശേഷം അവർ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ അവൻ വേറൊരു രൂപത്തിൽ. ദാറ്റ് ഇസ് മൈ പോയിൻറ്റ്. ദൈവത്തിൻ്റെ പ്രസൻസ് നിനക്ക് ഏത് രൂപത്തിലും അനുഭവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? മുല്ലപ്പൂ പ്രസൻസിൻ്റെ ഒരു അടയാളമാണ്. പലർക്കും അത് ഇപ്പോൾ ഒരു ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ബേബി കുര്യൻ അനുഭവം അതല്ല. ബേബി കുര്യന് ദൈവാനുഭവം ഉണ്ടാകുന്നത് പുള്ളിക്കാരൻ ഈ ആരാധന കേട്ടോണ്ടിരിക്കും. ഏത് ആരാധന? ഉടമ്പടി എടുത്തല്ല പുള്ളി. അപ്പോൾ ഉടമ്പടി ആരാധന ഇങ്ങനെ വെളിപാടിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ.
ഞാനീ പഠിച്ച കാര്യങ്ങളല്ലോ നിങ്ങളോട് പറയണത്. ഇവിടെ വെച്ച് ഈശോ ഇത് ലൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. പലപ്പോഴും ഞാൻ എൻ്റെ ധ്യാന ചിന്തകൾക്കൊപ്പമല്ല ഞാൻ സഞ്ചരിക്കുന്നത്. കർത്താവിൻ്റെ ഇടയ്ക്ക് കുറേ സമയത്ത് വഴി ഇങ്ങനെ തിരിച്ച് വിടുന്നുണ്ട്. ട്രാഫിക് നല്ല രസമാണ് ഈ ഉടമ്പടി ധ്യാനം. അപ്പോൾ ബേബിക്കുരിൻ്റെ പ്രശ്നം എന്താണ്? ബേബിക്കുരിന് ഒരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ റീ എക്സാം ചെയ്യേണ്ട, റീ വാല്യുവേഷന് കൊടുക്കാൻ പറഞ്ഞു. അതാണ് വിഷയം. അവൾ റീ എക്സാം തോറ്റു വന്നിരിക്കുകയാണ്. തോറ്റു വന്നപ്പോഴും അവൾക്ക് റീ എവാലുവേഷൻ കൊടുത്താൽ ഒരു സ്കോപ്പില്ല, അവൾക്കറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അവളുടെ കാലത്ത് അയച്ചക്കല്ലേ കൈവച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് നിൽക്കുന്നൊരു നോട്ടാണ് റീവാലുവേറ്റിന് കൊടുക്കാൻ പറഞ്ഞു. അത് പരീക്ഷ എഴുതണ്ട, റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ റീവാലുവേഷൻ കൊടുത്തപ്പോൾ അവർക്ക് 20 മാർക്ക് കിട്ടി കൂടുതൽ. അപ്പോൾ അവൾ കവറായി, എക്സാം എഴുതാതെ കഴിഞ്ഞു. ആ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബേബി കുര്യന് ഇത് ഈ IELTS എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞെങ്കിലും പുള്ളിക്കാരന് ആ ഒരു മീഡിയത്തിലൂടെ കർത്താവ് വേറെ ഒരു മെസ്സേജ് കൊടുത്ത് വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പറയത്തില്ലേ, അതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? റീവാലുവേഷൻ, കഴിഞ്ഞ പരീക്ഷയുടെ വീണ്ടും ഒരു പരീക്ഷ അതിലേക്ക് പോകുന്നതിന് പകരം പഴയ പരീക്ഷ തന്നെ റീവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ വേഗക്കുരിന് അതിനകത്ത് കിട്ടുന്ന മെസ്സേജ് എന്താണ്? പണ്ട് സ്ഥലം കാണാൻ വന്ന കക്ഷിയില്ലേ, വേണ്ടെന്ന് പറഞ്ഞു പോയവരാ, അവരൊന്ന് വിളിക്കാൻ നോക്കി. അതാണ് വേറൊരു രൂപം. ദൈവം ശ്രദ്ധയോടുകൂടി വേണം ദൈവത്തിലൂടെ സഞ്ചരിക്കാൻ. എങ്ങനെയും നിന്നെ ഹെൽപ്പ് ചെയ്യും, നീ അറിയണം. നീ ഇങ്ങനെ ചുമ്മാ ഒരു ഇൻഫർമേഷന് വേണ്ടി ഇതൊക്കെ കാണുമ്പോഴാണ് പ്രശ്നം വേണ്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നിനക്ക് കൃത്യമായൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ബോധത്തിൽ ബേബിക്കുരെന്ന് പറഞ്ഞാൽ റീവാലുവേഷന് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ സ്ഥലം നോക്കാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടല്ലോ, 10 പേരാ മറ്റോ വന്ന് പോയതാണല്ലോ, ഒരാളെ വിളിച്ച് നോക്കുക. അയാൾ വേണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും ഒന്ന് റീവാലുവേഷൻ ഇപ്പോൾ അച്ഛൻ പറഞ്ഞല്ല. അപ്പോൾ ഈശോ അയാൾക്ക് കൊടുത്ത വേറൊരു രൂപമാണ്, ദൈവസന്ദേശത്തിൻ്റെ വേറൊരു രൂപം. അയാൾ വേണ്ടെന്ന് പറഞ്ഞ് പോയ കക്ഷിയെ വീണ്ടും ഇയാളെ കറക്കി മൊബൈലിൽ വിളിക്കും. അപ്പോൾ ചോദിക്കും, അയാൾ ചോദിക്കും എന്താ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ് സ്ഥലത്തിൻ്റെ കാര്യം പറയാനോ, വിറ്റില്ലേ, അത് വിറ്റില്ല ചേട്ടാ, ഞാൻ കടത്തിലാണെന്ന് പറഞ്ഞു. വലിയൊരു സ്ഥലം എടുക്കാൻ പോണവർ നമ്മൾ കടത്തിലാണെന്ന് പറയുക. പിന്നെ അവർ ഇട്ടുപിടിക്കല്ലേ ഉള്ളു. എന്താ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു. ചേട്ടാ ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ നിൽക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അയാളെടുത്ത് വായിക്കാൻ പറയും, കുഴപ്പമില്ല 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വൈഫും എടുത്തുകൊണ്ട് ഡബിൾ ഉടമ്പടി നിൽക്കുകയല്ലേ. വൈഫിനോട് പറയാം, വൈഫും ഇയാളും വേറെ മാർഗ്ഗമില്ലല്ലോ, ഈ കാശുരം ഞെക്കിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിൻ്റെ കയ്യേത് പിടിക്കണ പോലെ അല്ല കാശുരത്തെ പിടിക്കുന്ന ആൾക്കാർ. അതൊരു വിശ്വാസ പ്രമാണമല്ല ആക്ടിവിറ്റി ചെയ്യണത്. നമ്മളെന്താ പറയണത്? ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നതല്ലേ പറയണേ, അല്ലേ? അതിൻ്റെ അകത്ത് ഓരോ വാക്കിനും ഭയങ്കര ഇടിവെട്ട് വിലയണേ. അത് പറഞ്ഞപ്പോൾ ഈ 2 ദിവസം കഴിയുമ്പോൾ ഈ മനുഷ്യൻ വന്ന് ഇയാളുടെ വീട്ടിൽ വന്നിട്ട് ഇവിടെ കടം മുഴുവനും അങ്ങോട്ട് ഇളച്ച് കാശ് കൊടുക്കും. അതായത് അയാൾ പറഞ്ഞ കൺസൾട്ടേഷൻ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു മെസ്സേജ് വന്ന വഴി കണ്ടില്ലേ നിങ്ങൾ? ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. IELTSൻ്റെ സാക്ഷ്യം കേട്ടതാണ് വിഷയമേ. അത് വേറൊരു രൂപത്തിൽ ആ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് പരിശുദ്ധാത്മാവ് റീമോൾഡ് ചെയ്ത് റൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദൈവത്തെ നിങ്ങളെ എങ്ങനെയും നയിക്കാൻ പറ്റും. ഇപ്പം ബേബി എന്താ ഇത് ആദ്യം ചെയ്യാൻ വരുന്നേ, ചെയ്യത്തില്ല. കാര്യം ഇയാൾ വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചൊരു പുള്ളി പഴയ കലാപരിപാടികൾ നടക്കുകയില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ദൈവ സാന്നിധ്യം ഉണ്ട്, പക്ഷേ അനുഭവിക്കാൻ പറ്റണില്ല. പക്ഷേ ഇയാൾ സത്യസന്ധമായിട്ട് ദൈവത്തോട് മുട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. റീവാലുവേഷൻ ഒരു മെസ്സേജാണ്. അത് എടുത്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ് എന്താണ്? വേണ്ടെന്ന് പറഞ്ഞ് പോയ ആൾക്കാരെ തിരിച്ച് വിളിക്കുക. ആ വിളിച്ചാൾ കറക്റ്റായിരുന്നത്. അയാൾ വന്നിട്ട് സ്ഥലം എടുത്ത് എഗ്രിമെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ കടങ്ങൾക്കെല്ലാം നിവൃത്തിയാകുന്ന രീതി കാശ് കൊടുത്തു. ഇനി പ്രമാണം ചെയ്താൽ മാത്രം മതി. അപ്പം പ്രമാണത്തിന് കടം തീർന്നിരിക്കുകയാണ്. ഇപ്പം ഇത്രയും സ്പീഡായിട്ടാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെ മക്കളിത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആകാനും സിൻസിയർ ആകാനും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയോട് കൂടുതൽ ഗൗരവത്തോടുകൂടിയും ആത്മാർത്ഥതയോടെയും ഉടമ്പടിയെ സമീപിക്കാൻ എന്നെ ആശീർവദിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ.